നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ അട ഉണ്ടാക്കിയാലോ. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോണാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്, മിക്ക ആൾക്കാരും വാങ്ങുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇന്ന് അട. അപ്പോൾ എല്ലാവരും കോണൊക്കെ പൊളിച്ചതിൻ്റെ തൊലി നമ്മൾ കളയാറാണ് പതിവ്. അപ്പോൾ സാധാരണ ആ കളയുന്ന തൊലി എടുത്തിട്ടാണ് ഞാനിന്ന് അട ഉണ്ടാക്കുന്നത്. വാഴയിലൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ കോണിൻ്റെ തൊലി വെച്ചിട്ട് നമുക്ക് അട ഉണ്ടാക്കാം. ഇത് നല്ല സോഫ്റ്റായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതങ്ങനെ പൊട്ടിപ്പോകുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഇത് ഒന്ന് വെള്ളം തിളപ്പിച്ച് അതിലിട്ടെടുക്കുകയും ചെയ്താൽ നല്ല സോഫ്റ്റായി കിട്ടും. ഇതിലേക്ക് ഞാൻ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി വെള്ളം വെട്ടി തിളപ്പിച്ചിട്ട് മാവ് കുഴച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതിലേക്ക് നമുക്ക് കോൺ അരച്ചിട്ട് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു അടയാണ് ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് പലതരത്തിലും പല മിക്സും ആക്കിയിട്ട് അട ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ആ സ്വീറ്റ് കോൺ നമുക്ക് അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇതിന് ഫില്ലിംഗ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ശർക്കരയും തേങ്ങയും 2 ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ചിക്കൻ്റെ ഫില്ലിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റും. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഈ കോണിൻ്റെ തൊലിയില്ലേ, അതിലേക്ക് നമ്മളെ മാവ് പരത്തിയെടുക്കുക. ചെറിയ ഉണ്ടകളാക്കിയിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. ഒരുപാട് കട്ടിയിൽ പരത്തരുത്. അതിനുശേഷം ഫില്ലിങ്ങും വെച്ച് കൊടുക്കുക. ഇത് പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 സൈഡിലും അങ്ങ് അറ്റം വരെ പരത്തരുത്. നമുക്കിത് ഒന്ന് കൂട്ടി കെട്ടി വെക്കണം. അപ്പോൾ അതിനുള്ള സ്ഥലം ഒഴിവാക്കിയിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടി. ഇത് നന്നായി ഒരേപോലെ മടക്കിയതിന് ശേഷം 2 ഭാഗവും ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് മുകൾ ഭാഗം കൂട്ടിപ്പിടിച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇത് കെട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ കോണിൻ്റെ തൊലിയില്ലേ, അതിൻ്റെ ഒരു കഷ്ണം തന്നെയാണ് എടുക്കുന്നത്. അതങ്ങനെ പൊട്ടിപ്പോകുന്നില്ല. അത് വെച്ചിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഇത് നമുക്ക് ഒന്നുകൂടെ സോഫ്റ്റായി കിട്ടണമെങ്കിൽ നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് നല്ല വെള്ളം തിളപ്പിച്ച് അതിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയും ചെയ്യാം. ഇത് ഇങ്ങനെ ചെറിയ ഷേപ്പിലൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കഴിക്കാൻ. വേഗം വേവുകയും ചെയ്യും, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. എന്നിട്ട് ഞാനൊരു ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് എടുത്തു. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള അട റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, ഇതിൽ കഴിക്കാനും നല്ല ഭംഗിയാണ്. കുട്ടികൾക്കൊക്കെ കുഞ്ഞു അടകളാകുമ്പോൾ കഴിക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഏതായാലും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.